ചോദ്യം നമ്പർ 481 ശ്രീ NK അക്ബർ, ബഹുമാനപ്പെട്ട നിയമ വ്യവസായം കയർ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, 15/9/2023 നമ്പർ 940/2023 വ്യവസായ വകുപ്പ് ഉത്തരവ് പ്രകാരം ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയുടെ മാർഗരേഖ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം, വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്ന ആശയം നടപ്പാക്കാനും പ്രസ്തുത ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരുന്നു. വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് ഒരു തദ്ദേശ സ്ഥാപനത്തിന് പരമാവധി 50,000 രൂപയാണ് സാമ്പത്തിക സഹായമായി നൽകുന്നത്. ഈ സഹായം 2 ഘട്ടങ്ങളിലായിട്ടാണ് നൽകുന്നത്. ടേബിൾ ചെയ്യാം സർ. താങ്ക് യു. ശ്രീ NK അക്ബർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങൾ കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാം. സർ, അതിലൊന്നാണ് ഈ വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്ന പദ്ധതി. തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന ഉയർന്ന വിപണി സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടത്തുന്ന സംയുക്ത പദ്ധതിയാണിത്. ആഗോള വിപണിയിൽ തനതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്നത്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു 50,000 രൂപയാണ് DPR തയ്യാറാക്കുന്നതിന് നൽകുന്നത്. അതിൽ DPR തയ്യാറാക്കുന്നതിന് ആകെ 50,000 രൂപയാണ് നൽകുന്നത്. അതിൻ്റെ 50% DPR തയ്യാറാക്കുന്നതിന് നൽകും. DPR തയ്യാറാക്കി കഴിഞ്ഞാൽ തദ്ദേശ കൗൺസിലിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ബാക്കി 50% നൽകും. സർ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപന തലത്തിൽ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് സംരംഭക വർഷം. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി 3.5 ലക്ഷത്തോളം സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി 3.5 ലക്ഷത്തോളം സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യവസായ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്റേണുകളുടെ സേവനം ലഭ്യമാക്കുകയുണ്ടായി. ശരാശരി 250-ൽ പരം സംരംഭങ്ങൾ ഓരോ പഞ്ചായത്തിലും തദ്ദേശ സ്ഥാപനത്തിലും കേരളത്തിൽ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ ആരംഭിച്ച സംരംഭങ്ങൾ ഉടമകളായ സംരംഭകരെയും നേരത്തെ മുതൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭകരെയും എല്ലാം ചേർത്തുകൊണ്ട് സംരംഭക സഭ ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടിയാണ് സംരംഭക സഭ രൂപീകരിക്കാൻ അവശേഷിക്കുന്നത്. അത് ഈ മാർച്ച് 27 രൂപീകരിക്കുകയും ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, അങ്ങവിടെ സൂചിപ്പിച്ച ഈ സംരംഭക സഭ അത് കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള പദ്ധതിയുണ്ടോ, ആലോചനയുണ്ടോ, വിശദമാക്കാം. സർ, തീർച്ചയായിട്ടും സംരംഭക വർഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സംരംഭക സഭ വന്നത്. അപ്പോൾ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങളെ മുന്നോട്ട് പോകാൻ പിന്തുണ നൽകുക, സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സംരംഭക സഭയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ 1026 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയാണ് മാർച്ച് 27 രൂപീകരിക്കും എന്ന് പറഞ്ഞത്. സംരംഭകർക്ക് വ്യവസായ വകുപ്പിൻ്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും സംരംഭകത്വ പ്രോത്സാഹന പദ്ധതികൾ, സേവനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ, ലോണ്, ലൈസൻസ്, സബ്സിഡി, ഇൻഷുറൻസ് ഇവയൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി പ്രാദേശിക ബാങ്കുകൾ, ഇൻഷുറൻസ് സേവന ദാതാക്കൾ എന്നിവരുമായിട്ട് സഹകരിക്കുവാൻ എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവുകളുടെ സേവനം ലഭ്യമാക്കുക, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രാദേശിക സാമ്പത്തിക വികസനം, ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പദ്ധതി, മാർക്കറ്റിംഗ് സഹായ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് പഞ്ചായത്ത് തലത്തിൽ സംരംഭകരുമായിട്ട് ഏകോപനം നടത്തുക എന്നിവയൊക്കെ ഈ സംരംഭക സഭയുടെ ലക്ഷ്യങ്ങളാണ്.
അതുപോലെ പൊതുവായി സംരംഭകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉചിതമായിട്ടുള്ള പരിഹാര നടപടികളും നിർദ്ദേശങ്ങളും കണ്ടെത്താൻ സംരംഭകർ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും, ഉദാഹരണം KSEB, മൈനിങ് ആൻഡ് ജിയോളജി, ലേബർ, പരിസ്ഥിതി, ICAI, ലീഡ് ബാങ്ക്, സഹകരണ ബാങ്ക്, മറ്റ് ബാങ്കുകൾ, ഈ വകുപ്പുകളുടെയൊക്കെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുക എന്നതും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ സംരംഭക സഭയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ തലത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇതിൽ നയപരമായി തീരുമാനമെടുക്കേണ്ട നിർദ്ദേശങ്ങൾ പരിശോധിച്ച് സർക്കാർ തലത്തിൽ നയപരമായ തീരുമാനമെടുക്കുക. അപ്പോൾ സംരംഭക സഭയെ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് സംരംഭക സഭയ്ക്കുള്ളത്. സംരംഭക വർഷത്തിൻ്റെ തുടർച്ചയാണ്. സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന വിവിധ നടപടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് സംരംഭക സഭ എന്നത്. ശ്രീ വി ജോയ്. സർ, വ്യവസായ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സംരംഭക വർഷം. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച സംരംഭങ്ങളിലെ നിക്ഷേപം, തൊഴിൽ എന്നിവയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ? സർ, സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി 3,51,209 സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. ഇതുവഴി 22,526 കോടിയുടെ നിക്ഷേപവും 7,45,274 തൊഴിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ആരംഭിച്ച 3,51,209 സംരംഭങ്ങളിൽ 1,11,881 സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണ് എന്നതാണ്. അപ്പോൾ സംരംഭകത്വത്തിലേക്ക് വനിതകളെ വലിയ തോതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ജെൻഡർ മാനം കൂടി ഈ സംരംഭക വർഷത്തിനുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതാണ്ട് 40% വനിതകളാണ് സംരംഭകരായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. സർ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് 40 സംരംഭങ്ങളും ഈ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കാനായിട്ടുണ്ട്. ലക്ഷ്യമിട്ടത് 1,00,000 സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വ്യവസായ വകുപ്പ് ഇന്റേണുകളുടെ സേവനം നൽകി. അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സംരംഭക വർഷം വളരെ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞത്. 1,00,000 ലക്ഷ്യമിട്ട സ്ഥാനത്താണ് നമുക്കിപ്പോൾ 3,51,209 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സർ, പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസിൽ, ചീഫ് സെക്രട്ടറീസ് കോൺഫറൻസിൽ MSME മേഖലയിലെ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് തിരഞ്ഞെടുത്തത് സംരംഭക വർഷത്തെയാണ്. സർ, ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ബോഡിയായിട്ടുള്ള അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ പദ്ധതിയെ നോവൽ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായിട്ട് തിരഞ്ഞെടുത്ത കാര്യവും ഈ സഭയെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ശ്രീ P. മമ്മിക്കുട്ടി. സർ, തദ്ദേശീയമായ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം നടത്തുന്നതും ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ സംരംഭകർക്കിടയിൽ വളരെയധികം സ്വീകാര്യത വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ സംരംഭത്വം ശീലം വളർത്തുന്നതിനായി പദ്ധതികൾ നടപ്പാക്കി ഉദ്ദേശിക്കുന്നുണ്ടോ? സർ, വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, പ്രധാനപ്പെട്ട നിർദ്ദേശവുമാണ്. ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പോലുള്ള ആശയങ്ങൾ, അത് വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തുക എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, വ്യവസായ ആവശ്യത്തിന് ഉള്ള സ്ഥലലഭ്യതയുടെ കുറവ് പരിഹരിക്കുക എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കിടയിലും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ, സംരംഭക ക്ലബ്ബുകൾ പോലുള്ള ആശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനോടെല്ലാം വളരെ ക്രിയാത്മകമായിട്ടൊരു സമീപനമാണ് സർക്കാരിനുള്ളത്. ശ്രീ K. ഉണ്ണികൃഷ്ണൻ. സർ, സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായങ്ങൾ ആകർഷിക്കുന്നതിന്, ഭൂമി ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നീ പദ്ധതികളുടെ പുരോഗതി വിശദമാക്കാമോ? രണ്ടാമത്തെ പോയിന്റിൽ ഭാഗികമായി മറുപടി വന്നു.
സർ, പ്രവർത്തന പുരോഗതി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ ഉന്നയിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. ഭൂമി ലഭ്യതയാണ് കേരളത്തിൽ വ്യവസായ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വ്യവസായ വികസനത്തിന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അപ്പോൾ ആ വെല്ലുവിളി അഭിസംബോധന ചെയ്യാൻ ധാരാളം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വ്യവസായത്തിനൊരു കുതിപ്പ് നൽകാൻ കൂടുതൽ ഭൂമി കണ്ടെത്തേണ്ടതുണ്ട്. അതിന് കുറഞ്ഞത് 10 ഏക്കർ സ്ഥലമുള്ള എൻറ്റിറ്റി, അത് കമ്പനികളാവാം, കോഓപ്പറേറ്റീവുകളാവാം, ചാരിറ്റബിൾ സൊസൈറ്റി ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, ഈ എൻറ്റിറ്റികൾക്ക് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റിനും കുറഞ്ഞത് 5 ഏക്കർ സ്ഥലമുള്ളവർക്ക് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി സ്ഥാപിക്കുന്നതിനും അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് എൻറ്റിറ്റി, ഫാമിലി എന്നിവയ്ക്ക് പുറമെ വ്യക്തികൾക്ക് കൂടി അപേക്ഷിക്കാവുന്നതാണ്. സ്വന്തമായ സ്ഥലമുള്ളവർക്കും 30 വർഷമോ അതിലധികമോ കാലാവധിയുള്ള ലീസിനെടുത്ത ഭൂമിയുള്ളവർക്കും ഡെവലപ്പർ പെർമിറ്റിനായി അപേക്ഷിക്കാവുന്നതാണ്. ഓരോ പ്രൈവറ്റ് വ്യവസായ എസ്റ്റേറ്റുകളിലും പ്രത്യേകം ഏകജാലക ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കുന്നതാണ്. പ്രൈവറ്റ് വ്യവസായ എസ്റ്റേറ്റുകളിൽ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് ഈ ഏകജാലക ക്ലിയറൻസ് ബോർഡായിരിക്കും. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് ഡെവലപ്പർ പെർമിറ്റ് അനുമതി ലഭിച്ച വ്യവസായ ഭൂമിക്ക് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ഏരിയ ഡെവലപ്മെൻറ്റ് ആക്ട് 99 പരിധിയിൽ വരുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടാവും. സാർ, അതുപോലെ തന്നെ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റിലെ വൈദ്യുതി, ജലം, റോഡ്, ഡ്രെയിനേജ്, ETP, CETP തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ, ലബോറട്ടറി ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള പൊതുസൗകര്യങ്ങളും ഒരുക്കുന്നതിന് ഡെവലപ്പർക്ക് സർക്കാർ ധനസഹായം നൽകുന്നതാണ്. ഏക്കറിന് 30 ലക്ഷം രൂപ നിരക്കിൽ പരമാവധി 3 കോടി രൂപ വരെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സർക്കാർ ധനസഹായം നൽകുന്നതാണ്. ഡെവലപ്പർ പെർമിറ്റ് ലഭിച്ചിട്ടുള്ള പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് തുക അനുവദിക്കുക. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ESA, അതുപോലെ കോസ്റ്റൽ സോൺ റെഗുലേഷൻ സോൺ, പ്ലാന്റേഷൻ, കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ആക്ട് 2008 എന്നീ വിഭാഗത്തിൽപ്പെടുന്നവ ആയിരിക്കരുത്. പ്രസ്തുത എസ്റ്റേറ്റുകളിൽ റെഡ് കാറ്റഗറി ഒഴികെയുള്ള വ്യവസായങ്ങൾക്ക് സ്ഥലം അനുവദിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പദ്ധതിയിൽ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് വെബ് പോർട്ടൽ മുഖേന വ്യവസായ വാണിജ്യ ഡയറക്ടർക്ക് സമർപ്പിക്കുന്ന പൂർണ്ണമായിട്ടുള്ള അപേക്ഷകൾ സർക്കാർ തലത്തിൽ 7 വകുപ്പ് തല സെക്രട്ടറിമാർ അടങ്ങുന്ന ഉന്നത സമിതി പരിശോധിച്ച് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് ഡെവലപ്പർ പെർമിറ്റ് നൽകുവാൻ തീരുമാനമെടുക്കുകയാണ് പതിവ്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രിയും കൺവീനർ വ്യവസായ വാണിജ്യ ഡയറക്ടറുമാണ്. ഫിനാൻസ്, റവന്യൂ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, വാട്ടർ റിസോഴ്സസ്, പവർ, എൻവയോൺമെൻറ്റ് വകുപ്പുകളിലെ സെക്രട്ടറിമാരാണ് മറ്റംഗങ്ങൾ. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ 33 പേർക്ക് ഡെവലപ്പർ പെർമിറ്റ് അംഗീകാരം ഇതുവരെ നൽകിയിട്ടുണ്ട്. ശ്രീ റോജി എം ജോൺ. സർ, ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സംരംഭം പദ്ധതി വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ സർ, ഇവിടെ നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് പൊതു ഇടങ്ങളിൽ നിരത്തുകളുടെ ഓരങ്ങളിലും ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. സർ, ഇത് രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, മത, സാമുദായിക, സാംസ്കാരിക, ബഹുജന സംഘടനകളുടെ എല്ലാം ബോർഡുകൾ താൽക്കാലികമായി സ്ഥാപിക്കുന്നത് പറയാം അത് തടസ്സമായിരിക്കുകയാണ്. സർ, അതുപോലെ ഇതിലിവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഇതുമൂലം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളും അവിടുത്തെ തൊഴിലാളികളും ഒക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അവരുടെ ഉപജീവന മാർഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുകയാണ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടുകയും താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസ് ഈടാക്കിയോ എങ്കിലും എന്തെങ്കിലും ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ അങ്ങ് തയ്യാറാകുമോ? അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമോ? സാർ, ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിൽ ഇന്ന് കോളിംഗ് അറ്റൻഷൻ വരുന്നതുകൊണ്ട് വിശദമായിട്ടുള്ള മറുപടി അവിടെ പറയാം. സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നമുക്ക് അനുവദിക്കാനാവില്ല. ഇപ്പോൾ നിരോധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, എന്നാൽ അല്ലാത്തവ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രചരണവും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള മറുപടി ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലിന് നൽകുന്നതാണ്. അങ്ങ് ഉയർത്തിയിട്ടുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തമാണ്. ശ്രീ പ്രമോദ് നാരായൺ. ഉണർവുകളെയും ശീലങ്ങളെയും എല്ലാം ഡിജിറ്റൽ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിർണ്ണയിക്കപ്പെടുന്ന ഈ കാലത്ത് പ്രചോദനാത്മകമായി സംരംഭകത്വ സംസ്കാരം ഉപയോഗപ്പെടുത്തി വരുന്ന ആളുകൾക്ക്
ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാവശ്യമായ പിന്തുണ ഉറപ്പുവരുത്താൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാർ, നേരിട്ട് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്ന ചോദ്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ എല്ലാ തരത്തിലുള്ള പിന്തുണയും സർക്കാർ ഈ സംരംഭകർക്ക് നൽകുന്നുണ്ട്. അത് വിപണി കണ്ടെത്തുന്നതിനുൾപ്പെടെയുള്ള ഡിജിറ്റൽ സാധ്യത ഇന്ന് വളരെ വലുതാണ്. മാർക്കറ്റിങ്ങിന് വലിയ സാധ്യതയാണ് അത് നൽകുന്നത്. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനുള്ള എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീ തിരുവഞ്ചൂർ. സർ, ഇവിടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ഉൽപ്പന്നം എന്നുള്ളത് ആശയഗതി വളരെ നല്ലത് തന്നെയാണ് സർ. അതോടൊപ്പം തന്നെ ഇതിന് ബ്രാൻഡിങ് വേണം. കേരള സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള ഒരു ക്വാളിറ്റി വരുന്നത് ഗുണകരമല്ല സർ. ഒരു സ്റ്റേറ്റ് ബ്രാൻഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കും. യെസ് മിനിസ്റ്റർ. സ്റ്റേറ്റ് ബ്രാൻഡിങ്. സർ, അദ്ദേഹം ആശയം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ നിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതും പ്രധാനം തന്നെയാണ്. ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും തനത് ഉൽപ്പന്നങ്ങളായിട്ടാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് സംസ്ഥാന തലത്തിലുള്ള ബ്രാൻഡിങ് എന്നതിനേക്കാൾ പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, പ്രാദേശികമായിട്ടുള്ള മൂല്യവർദ്ധനവ്, ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ തേങ്ങ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അതിന് നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ബ്രാൻഡിങ് സാധ്യമാവും. അരി, ഏത്തക്കായ, മരച്ചീനി, പൈനാപ്പിൾ, ചക്ക, ജാതി, അതുപോലെ തന്നെ കയറുൽപ്പന്നങ്ങൾ, മത്സ്യം, പാലധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ഹാൻഡ്ലൂം, സ്പൈസ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ റബ്ബർ പ്രോഡക്ട്സ്, തേൻ, ഇങ്ങനെയുള്ള ധാരാളം പ്രാദേശിക വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിലെത്തിക്കുക, അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലെത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിം സർക്കാർ നൽകുന്നുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി അക്കാര്യം പ്രത്യേകം ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. കേരള ഗ്രോ എന്ന ഒരു ബ്രാൻഡ് നെയിം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡിങ് എന്ന ആശയം നല്ലതാണ്, ബ്രാൻഡിങ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സംസ്ഥാന തലത്തിലുള്ള ബ്രാൻഡിങ് മാത്രമല്ല, ഇപ്പം നമ്മുടെ മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കണക്കിലെടുത്തുകൊണ്ട് ബ്രാൻഡിങ് എന്ന ആശയം അങ്ങ് ഉയർത്തിയ ആശയത്തെ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യും. സർ, ചോദ്യം നമ്പർ 482 ശ്രീമതി ദലീമ, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് 2024 9ാം നിയമമായി കേരള സഹകരണ സംഘം ഭേദഗതി നിയമം 2023 അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. മേൽപ്പടി നിയമ ഭേദഗതിക്ക് അനുസൃതമായി കേരള സഹകരണ സംഘം ചട്ടം 31/12/2024 GO 232/2024 സഹകരണ പ്രകാരമുള്ള ചട്ടഭേദഗതി SRO നമ്പർ 1203/2024 പ്രകാരം 31/12/24 41/34 നമ്പറിനും അസാധാരണ ഗസ്റ്റിലൂടെ വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. 2. കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ. സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ പരിശോധനാ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സിമ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുള്ളതും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ മൊബൈൽ ആപ്പ് വഴി 1/3/2025 മുതൽ മിന്നൽ പരിശോധന നടത്തുന്ന ഉത്തരവായിട്ടുണ്ട്. മേൽപ്പടി സർക്കുലർ പ്രകാരം 1/3/2025 മുതൽ സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നടത്തുന്ന മിന്നൽ പരിശോധനകൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സിമ വഴി മാത്രം നടത്തേണ്ടതാണ്. സഹകരണ സംഘം രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന സംഘങ്ങൾ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തേണ്ടതും അതേ ദിവസം തന്നെ പരിശോധന പൂർത്തിയാക്കേണ്ടതുമാണ്. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ മുതൽ സഹകരണ സംഘം രജിസ്ട്രാർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശോധന തത്സമയം നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനും റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനും കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സിമ വഴി സാധിക്കുന്നതാണ്. ശ്രീമതി ദലീമ. സർ, സഹകരണ മേഖലയിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട വാസു മിനിസ്റ്ററെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക്
വിപണി കണ്ടെത്തുന്നതിനും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി സഹകരണ എക്സ്പോ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ നൽകുമോ? മിനിസ്റ്റർ. 2025 ഏപ്രിൽ 21 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് വെച്ച് എക്സ്പോയുടെ 3ാം എഡിഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 420 പര ഉൽപ്പന്നങ്ങൾ അവിടെ പ്രദർശനത്തിനും വിപണനത്തിനും എത്തിച്ചേരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ നിലവിലുള്ള ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഇപ്രകാരമുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിച്ചേരുന്നതിന് ബാങ്ക് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? മിനിസ്റ്റർ. ഇപ്പോൾ സിയിൽ നിന്ന് ബിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇമേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 25 ലക്ഷം വ്യക്തിഗത ആനുകൂല്യം എന്നുള്ളത് വായ്പ എന്നുള്ളത് 40 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം 50,600 കോടി രൂപ ലോൺ എന്നത് ഉയർന്ന് കേരളത്തിലേണ്ട 45 ബാങ്കുകൾ 5 ബാങ്കുകളിൽ ഒന്നായി കേരള ബാങ്ക് ഉയർന്നിരിക്കുന്നു. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ DK മുരളി. സഹകരണ മേഖലയെ പലതരത്തിലും തകർക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കവേ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ ഗവൺമെൻറ് അങ്ങയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് സർ. എൻ്റെ ചോദ്യം, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്ന് സഹകരണ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനായി ഈ വർഷം തുക അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എങ്കിൽ ഏതൊക്കെ സംഘങ്ങൾക്ക് എത്ര വീതം? മിനിസ്റ്റർ. ഇതിനോടകം തന്നെ 16 ട്രെയിനിങ് സെൻ്ററുകൾക്കായി സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ട്രെയിനിങ് സെൻ്റർ 5 ലക്ഷം രൂപ പ്രകാരം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് ഇല്ലാത്തവർക്ക് പ്രത്യേകമായ സൗകര്യം ചെയ്തു കൊടുക്കുന്ന പൈസ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ A. രാജ. സർ, സഹകരണ സംഘങ്ങളുടെ ഇൻസ്പെക്ഷൻ പരിഷ്കരണത്തിന് നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ ചോദ്യം. ഇൻസ്പെക്ഷൻ പരിഷ്കരണം ഇപ്പം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സിമ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ സൂചിപ്പിച്ചു. കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും ആധുനികമായ സംവിധാനം. ശ്രീ രമേശ് ചെന്നിത്തല. സാറേ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി പല ബാങ്കുകളിലും ഉണ്ടായിരിക്കുന്ന തകർച്ചയും ക്രമക്കേടുകളും അഴിമതിയും കാരണം ഇതിൻ്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ബാങ്കിലേക്ക് പണം ഇടുന്നില്ല, ഇട്ടവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. ഇതൊരു പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരു പരാതിയാണ്. അപ്പോൾ ഈ കാര്യത്തിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഓരോ സംഘങ്ങളിൽ നടത്തുന്ന ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്, അവരുടെ പ്രവർത്തന രീതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് പല ബാങ്ക്, കരുവന്നൂർ ഉൾപ്പെടെ, മാവേലിക്കര ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. പല ബാങ്കുകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിശ്വാസ്യത തകർന്നു എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ ആവശ്യമായ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? മിനിസ്റ്റർ. ഇതിനോടകം ഫലപ്രദമായ പല നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി കരുവന്നൂർ ബാങ്ക് ആണെങ്കിൽ 143.50 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയതായി കൊണ്ടുവന്ന നിയമത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം പുതിയതായി മുമ്പ് 2 ലക്ഷം രൂപ ലിക്വിഡേഷൻ പോകുന്ന സംഘത്തിനാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം രൂപ വെച്ച് ക്രൈസിസ് വരുമ്പോൾ തന്നെ ഒരു നിക്ഷേപം കൊടുക്കാനുള്ള ഇപ്പോൾ ഉത്തരവായി കഴിഞ്ഞിരിക്കും. 2, മൂന്നാമത്തെ കാര്യം, നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന പുനരുദ്ധാരണ നിധി അതിപ്പോൾ രൂപം കൊടുത്ത് ഒരു സംഘം വൈബിളായ പ്രോജക്റ്റ് തന്നാൽ അവർക്ക് പണം കൊടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ നബാർഡിൻ്റെ ചെയർമാനെ കണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും സംഘങ്ങൾ പിന്നോക്കം പോകുന്നവരെ സഹായിക്കാൻ നബാർഡിൻ്റെ സഹായത്തോടുകൂടി പദ്ധതി ആവിഷ്കരിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി അങ്ങേ അറിയിക്കുക. ശ്രീ T. മധുസൂദനൻ. സർ, കേരളത്തിൻ്റെ സഹകരണ മേഖല മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ രാജ്യത്തിന് മാതൃകയാണ്. പക്ഷേ ഈ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നതിനുള്ള രാഷ്ട്രീയ നീക്കം നടക്കുമ്പോൾ അതിന് ഒറ്റക്കെട്ടായിട്ട് ചെറുക്കുന്നതിന് സന്നദ്ധമാകുന്നില്ല എന്നുള്ളത് കേരളം നേരിടുന്നൊരു വലിയ വിഷയമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സഹകരണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്ന നിലയിൽ സഹകരണ സംഘങ്ങളുടെ പണം ഉപയോഗിച്ച് ഉൽപ്പാദന മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അടക്കം പ്രയോജനപ്പെടുത്തി പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വിശദമാക്കാം. മിനിസ്റ്റർ. അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത അറിയിക്കുകയാണ്. ഒപ്പം ഈ രംഗത്ത് പല രംഗത്തും ഉണ്ടായ ക്രൈസിസ് അഭിമുഖീകരിച്ച് പരിഹാരം കാണാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഫലം കണ്ടിരിക്കുന്നു. അതിൻ്റെ സൂചനകളാണ് നിക്ഷേപത്തിൽ വന്നിട്ടുള്ള വർധനവ്, വായ്പയുടെ രംഗത്ത് വന്നിട്ടുള്ള വർധനവ് എന്ന കാര്യം എടുത്തു പറയും. ശ്രീ P. K. ബഷീർ. സർ, ഈ സഹകരണ ബാങ്കുകളിലെയും കേരള ബാങ്കുകളിലും ഒക്കെ വായ്പ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അത് വളരെ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, മാർച്ച് 31 അതിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്. സർ, ഈ മാർച്ച് 30 പല ആളുകൾക്കും
ബാങ്കിലെ കുടിശ്ശിക പെട്ടെന്ന് അടക്കാൻ സാധിക്കുന്നത്. ഒന്ന് സർക്കാരിൻ്റെ ട്രഷറി നിയന്ത്രണങ്ങൾ, അതുപോലെ മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ, ഇപ്പോൾ ഈ മലബാറിനും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഈ നോമ്പ് കാര്യങ്ങൾ. അതുകൊണ്ട് സാർ ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഒരു 3 മാസത്തേക്ക് ജൂൺ മാസം വരെ നീട്ടുന്നതിനുള്ള ഒരു നടപടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വായ്പാ കുടിശ്ശികൾ തീർക്കാൻ സാധിക്കും. സാർ നല്ലൊരു പദ്ധതിയാണ്. സഹകരണ ബാങ്കുകളുടെയൊക്കെ കിട്ടാക്കടങ്ങൾ അടച്ചു തീർക്കുന്ന ഒരു അവസ്ഥ ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അതിന് ജൂൺ 30 വരെ ആ പദ്ധതി നീട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ചോദ്യം ക്ലിയർ. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് നേരത്തെ തന്നെ ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരുന്നു. സാധാരണ രീതിയിൽ അത് 2 മാസമാണ് കൊടുക്കാറുള്ളത്. ഈ പ്രാവശ്യം ജനുവരി ഫെബ്രുവരി കൊടുത്ത് സഹകാരികളുടെ ആവശ്യപ്രകാരം മാർച്ച് കൂടെ നീട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് മാർച്ച് 31 വരെ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന് അങ്ങയോട് വിനയപൂർവ്വം അറിയിക്കുകയാണ്. ശ്രീ കെ ഡി പ്രസേനൻ. സർ, ഈ 5 സെൻറ്റിൽ താഴെയുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന ഗവൺമെൻറ് എടുത്ത സമീപനം വളരെ അഭിമാനകരമായ ഒരു സമീപനമാണ്. എന്നാൽ അതേസമയം ഇത് പ്രാഥമിക സംഘങ്ങളിൽ മാത്രമാണ് ബാധകമാകുന്നത്. കേരള ബാങ്ക് ഉൾപ്പെടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാകുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ചെറുകിടക്കാർക്ക്, വളരെ നാമമാത്രമായ സാധാരണക്കാർക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വായ്പ കൊടുക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ വട്ടിപ്പലിശക്കാരുടെ മുൻപിലേക്ക് സാധാരണക്കാർ പോകേണ്ട ഒരു സ്ഥിതി വന്നാൽ അതുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതം വലുതായിരിക്കും. അതുകൊണ്ട് ഈ നാമമാത്ര ഭൂമിയുള്ളവർക്ക് വായ്പ കൊടുക്കാൻ ഉള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ജപ്തി ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വായ്പ കൊടുക്കാൻ തയ്യാറാവാത്ത ഈ സ്ഥിതിയെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ, അത് ഓരോന്നിൻ്റെയും സാധ്യത പരിശോധിച്ച് വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയേ മാർഗമുള്ളൂ. ഇപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയത്തിന് വ്യത്യസ്തമായി നടക്കുന്ന സർഫാസി ആക്ട് ആപ്ലിക്കബിളായിട്ടുള്ള ഇപ്പോൾ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ തന്നെ അർബൻ ബാങ്കുകളുമാണ്. പ്രാഥമിക സംഘത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയങ്ങൾക്ക് വിധേയമായിട്ടാണ് പോകുന്നത്. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന്, കൂടുതൽ മാത്സര്യത്തിന് പര്യാപ്തമാക്കുന്നതിനും ആധുനിക ബാങ്കിംഗ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്? ഇപ്പോൾ മൺമുള ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രീകരിച്ച് ജീവനക്കാർക്കും സഹകാരികൾക്കും പരിശീലനം നൽകുന്ന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സിമ എന്ന പുതിയ പദ്ധതി നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ നടപ്പാക്കി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ടീം ഓഡിറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിൽ ആധുനികവൽക്കരണവും അതോടൊപ്പം തന്നെ പരിശോധനകളും ശക്തമാക്കി കാര്യക്ഷമമാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീ പി ബാലചന്ദ്രൻ. സർ, നമ്മുടെ നാട്ടിലിപ്പോൾ കൂണുപോലെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർ സ്റ്റേറ്റ് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. ഈ സൊസൈറ്റികളുടെ പരസ്യത്തിൽ കാണുന്നത് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അഗ്രികൾച്ചറൽ സെക്ടറും അതുപോലെ തന്നെ ഫാം മേഖലയുമൊക്കെ ആണെങ്കിലും പരസ്യത്തിൻ്റെ താഴെ 12.5% പലിശയും ഗോൾഡ് ലോൺ 6% പലിശയ്ക്കുമൊക്കെ കൊടുക്കുന്നു എന്നാണ്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ സംവിധാനത്തെ നിയന്ത്രിക്കാൻ കേരള സ്റ്റേറ്റിന് ഈ രാജ്യത്തെ ജനങ്ങളെ ഈ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തെങ്കിലും ഉപാധികളുണ്ടോ? അതിനെക്കുറിച്ച് സഹകരണ മേഖല ചിന്തിച്ചിട്ടുണ്ടോ? മിനിസ്റ്റർ, ഇത് വ്യാപകമായ പ്രചരണം ഇതിനോടകം സഹകരണ മേഖല കൊടുത്തിട്ടുണ്ട്. സെൻട്രാക്ടിന് വിധേയമായിട്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നത്. അവരൊരു തരത്തിലും സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രണങ്ങൾക്കോ ഇടപെടലുകൾക്കോ വിധേയമായിട്ടല്ല പോകുന്നത്. തോന്നിയ പോലെ പലിശ വാങ്ങിക്കും, തോന്നിയ പോലെ കൊടുക്കാതിരിക്കും. ഇതൊക്കെയാണ് അവരുടെ ശൈലി. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചും യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയെ മറികടന്നുമാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ ആക്ട് കൊണ്ടുവന്ന് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് രൂപം കൊടുത്തത്. അതിനെ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നിലപാടായി നാം കാണുന്നു. ശ്രീ കെ ബാബു നെന്മാറ. സർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് പട്ടികജാതി പട്ടികവർഗ മേഖലയിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ. വ്യാവസായികമായും കാർഷികമായും സംഘടിപ്പിക്കപ്പെട്ട നിരവധി സംഘങ്ങളുണ്ട്. സർ, അത് സാമ്പത്തികമായി വലിയ പ്രയാസത്തിലുമാണ്. അത്തരം സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുക? അതിന് ബഡ്ജറ്റിൽ തന്നെ പ്രത്യേകമായി ഫണ്ട് വകയിരുത്തി റിവൈവൽ പാക്കേജ് തയ്യാറാക്കി അവർക്ക് കൊടുത്തിരുന്നു. ചില സംഘങ്ങളെ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചിലതിപ്പോഴും പഴയ രൂപത്തിൽ നിൽക്കുന്നു. അത് വീണ്ടും പരിശ്രമിക്കുകയാണ് അതിനെ മുന്നോക്കം കൊണ്ടുവരാൻ. ശ്രീ യു എ ലത്തീഫ്. ഭേദഗതി ചെയ്ത സഹകരണ നിയമപ്രകാരം സഹകരണ രജിസ്ട്രാർക്ക് അമിതാധികാരം നൽകിയതിൻ്റെ ഫലമായി സഹകരണ ജനാധിപത്യം കേന്ദ്രീകൃത ജനാധിപത്യമായി മാറുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ? മിനിസ്റ്റർ.
അങ്ങ് ആ നിയമം സൂക്ഷ്മമായി പരിശോധിക്കാഞ്ഞിട്ടാണ് രജിസ്ട്രാർക്കുണ്ടായിരുന്ന അമിതാധികാരം നമ്മൾ എടുത്തു കളയുകയാണ് ചെയ്തത്. ജനാധിപത്യപരമായ ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ച് അങ്ങയുടെ പാർട്ടി ഉൾപ്പെടെ ഐക്യകണ്ഠേന പാസ്സാക്കിയ നിയമമാണ് എന്ന് വിനയപൂർവ്വം അങ്ങേ അറിയിക്കുകയാണ്. ശ്രീ എച്ച് സലാം. നമ്മുടെ റിസ്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ നിലവിലെ വ്യവസ്ഥ അനുസരിച്ച് കുടിശ്ശിക ഇല്ലാത്തവരുടെ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൗരവമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരുന്ന വായ്പക്കാരൻ മരണപ്പെടുന്ന സമയത്ത് അപേക്ഷ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചികിത്സയുടെ ഭാഗമായുള്ള സമയത്ത് കുടിശ്ശിക വരുന്നു. അതൊരു മാനുഷികമായൊരു പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി റിസ്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ പരിഗണിക്കാൻ ആവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമോ എന്നുള്ളത്. അത് പരിഗണിച്ച് അങ്ങനെയുള്ള കേസുകളിൽ എക്സംഷൻ കൊടുത്ത് അവർക്ക് റിസ്ക് ഫണ്ടിൻ്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 ലക്ഷം രൂപ വരെ ഒരു ലോണി മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് തുടരും. ശ്രീ സണ്ണി ജോസഫ്. സാർ, ഈ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം അത് ഇതുവരെ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും അംഗങ്ങൾ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ ആ പണം കൊടുത്തിട്ടുണ്ടോ? 2 ലക്ഷം രൂപ വരെ ആയിരുന്ന ആ പ്രൊവിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ 5 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും അത് നമുക്കറിയാം അത് ലിക്വിഡേഷനിൽ പോകുന്നതിന് മുൻപ് തന്നെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് സംഘങ്ങളെയും സംഘാംഗങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി സ്കീം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഭേദഗതി വരുത്തി. ആ സ്കീം എവിടെയെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടോ? ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള കാലതാമസം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമോ? അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് കാലതാമസം ഒന്നുമില്ല സാർ. ഇപ്പോൾ തന്നെ അതിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപം കൊടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച നിർവഹിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, ഈടില്ലാത്ത വായ്പകളുണ്ട്, ഈ പരസ്പര ജാമ്യം പോലെയുള്ള വായ്പകൾ. അപ്പോൾ അത് ഈ കുടിശ്ശിക നിവാരണത്തിൻ്റെ ഭാഗമായി പലവട്ടം പരാവർത്തിച്ചെന്തെങ്കിലും ഇത് വീണ്ടെടുക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ARC ഫയൽ ചെയ്യാൻ പറയുകയാണ്. നമ്മൾ ഈ ഇത്തരക്കാരുടെ വീട് അല്ലെങ്കിൽ ഭൂമി കരമടയ്ക്കുന്നത് തടയാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് കൊണ്ടുവരുന്ന കോർ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ സോഫ്റ്റ്വെയറിലൂടെ സിബിൽ സ്കോർ കുറയ്ക്കുകയും മറ്റു ബാങ്കുകളെല്ലാം അറിയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പിന്നീട് ലോണുകൾ എടുക്കാൻ പറ്റാത്തൊരു സംവിധാനം വന്നാൽ മാത്രമേ നമുക്കത് കുടിശ്ശിക തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അങ്ങയുടെ ഈ രീതിയിൽ ഒരു നടപടി എടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അതിന് പല രൂപത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നമ്മുടെ പ്രൈമറി സംഘങ്ങളിൽ അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ സിവിൽ സ്കോറിനെ ആസ്പദമാക്കി എല്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രായോഗികമായി അതിന് ചില പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിൽ പോയി കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടി സ്വീകരിക്കുക, ARC ഫയൽ ചെയ്ത് നോട്ടീസ് അയക്കുകയും അങ്ങനെ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിയാണ് അത് അടപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വരുന്നത്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. സർ, സഹകരണ മേഖലയിൽ കോപ്പറേറ്റീവ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം CAIS നടപ്പാക്കിയതിലൂടെ ഈ മേഖലയിൽ എത്രമാത്രം വികസനവും സുതാര്യതയും നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വിശദമാക്കാമോ? ഇപ്പോൾ ഈ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വിവിധ സംഘങ്ങളിൽ മുമ്പത്തെ പോലെ അനഭിലഷണീയമായ പ്രവണതകൾ വളർന്നു വരുന്നതിനെ പരിധിവരെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. സമയാസമയങ്ങളിൽ ഇൻസ്പെക്ഷൻ സ്ട്രെങ്തൻ ചെയ്തും ഓഡിറ്റ് സിസ്റ്റം ടീമാക്കിയതും ഒക്കെ വഴി വലിയ പുരോഗതിയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ശ്രീ GS ജയലാൽ. സർ, ചോദിച്ച ചോദ്യം തന്നെയാണ്. അതിൽ കേരള ബാങ്ക് സർഫാസി ആക്ടിൽ ഉൾപ്പെട്ട് വരുന്നെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതുപോലെയുള്ള കുടിയൊഴിപ്പിക്കൽ അത് കേരള ബാങ്ക് കൂടി നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കും സർ. സാർ, അത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ കോടതി ഇടപെടുന്ന കാര്യത്തിൽ സർഫാസി ആക്ട് അങ്ങേക്ക് അറിയാമല്ലോ, കോർട്ട് ഓർഡറാണ്. ആ നടപടികൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് കയറി ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഭരണസമിതി ആ വിഷയങ്ങളിലേക്ക് നീങ്ങുന്നതിന് ചിലപ്പോൾ നമുക്ക് ചില പരിമിതിയും കാലതാമസമൊക്കെ വരുത്താൻ ശ്രമിക്കാം എന്നുള്ളതുള്ളൂ. ശ്രീ ചാണ്ടിയുമ്മൻ. സാർ, സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് വീട് ജപ്തി ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ ഇതിന് വിരുദ്ധമായി ഇപ്പോഴും നോട്ടീസ് അയക്കുന്നുണ്ട് എന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? വീടുകൾ ഒഴിപ്പിക്കുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാർ, 3 സെൻറ്റിൽ താഴെയുള്ള വീടുകളിൽ നിന്നാണ് ഇറക്കി വിട്ടത് എന്ന രൂപത്തിൽ നമ്മളെടുത്തൊരു നിലപാട്. ഏതെങ്കിലും തരത്തിൽ എത്തി വേണ്ടി വന്നെങ്കിൽ പകരം ഷെൽട്ടർ ഉണ്ടാക്കണം. ഇപ്പം നോട്ടീസ് കൊടുക്കരുതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നോട്ടീസ് കൊടുക്കുന്നത് നിർത്തിവെക്കാറുമില്ല. പക്ഷേ മറ്റ് ജപ്തി ചെയ്യുന്ന നടപടിയിലേക്ക് പോയിക്കൂടാ എന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നിലപാടിലാണ് പ്രൈമറി സംഘങ്ങൾ ഇപ്പോഴും പോകുന്നത്. അതേസമയത്ത് സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള BR ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ബാങ്കുകളും കേരള ബാങ്കുമാണ് ആ തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ശ്രീമതി ശാന്തകുമാരി. നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് യുവ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ എത്ര യുവ സഹകരണ സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അതിൻ്റെ പ്രവർത്തനങ്ങൾ 32 രജിസ്റ്റർ ചെയ്തു. അതിൽ വളരെ നല്ല രൂപത്തിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈനാട് പോലുള്ള സംഘങ്ങൾ വളരെയധികം മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. ശ്രീ KP മോഹനൻ.
ശ്രീ ബഷീർ ഇവിടെ ചോദിച്ച ചോദ്യം തന്നെയാണ് സാർ. പക്ഷേ അതേസമയം നമുക്കിത് തൽക്കാലം നിർത്തിവെച്ച് ഗഡുക്കളാക്കുകയും കുറച്ചുകൂടി സമയം അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ രക്ഷപ്പെടുക. എൻ്റെ നാട്ടിൽ ഒരു പവിത്രനും ഒരു നിവേദനം അല്ല സാർ, ചോദ്യം ചോദിക്കാൻ പോകുന്നത് നിവേദനമുണ്ട്. അവരെ മക്കൾ സുഖമില്ലാതെ കിടന്നു, അടക്കാൻ വെച്ചാൽ കൃത്യമായി അടച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് അടക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് അത് ഒരു ഗഡു അടച്ചു കഴിഞ്ഞ് എന്നിട്ട് കുറച്ച് മാസത്തേക്ക് അതിൻ്റെ ഗഡുക്കളാക്കിയിട്ട് അടക്കാനുള്ള നടപടി സ്വീകരിക്കും. സാർ, ഞാൻ അതിൻ്റെ ഉള്ളടക്കം വിശദീകരിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ അനുസ്യൂതം വൺ ടൈം സെറ്റിൽമെൻറ്റ് നീട്ടിക്കൊണ്ടു പോകാനാവില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സംഘങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒരു വർഷത്തിൽ 3 മാസമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഒരു മാസം കൂടി നമ്മൾ കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ പരിധിക്കുള്ളിൽ അടച്ചു തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി പോകാൻ വഴി. ഇനി അത് നീട്ടുക എന്നുള്ളത് പ്രായോഗികമല്ല. ശ്രീ കെ ആൻസ്ലാൻ. സാർ, നമ്മുടെ ബാങ്കുകളിൽ ചില പ്രൈമറി സംഘങ്ങളും മിസ്ലേനിയസ് സംഘങ്ങളും ഒരു 2 ലക്ഷം രൂപ ഉദാഹരണം ഒരാളെടുത്ത് വായ്പ എടുത്താൽ വിവിധ ഘട്ടങ്ങളിൽ ചെറിയ കാശ് അടച്ചിരിക്കാം. പക്ഷേ അവസാനം അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുമ്പോൾ 2 ലക്ഷത്തിന് 8-9 ലക്ഷം രൂപ ഈടാക്കുന്നൊരു നിലപാട് ചില സംഘങ്ങൾ ശക്തമായി തുടരുന്നുണ്ട്. സാധാരണ രീതിയിൽ പ്രിൻസിപ്പൽ എമൗണ്ടിനോടൊപ്പം തന്നെ പലിശ ചേർത്ത് സെറ്റിൽ ചെയ്യുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. അത്തരം കാര്യങ്ങളിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. നിശ്ചയമായും 2013 ഒരു സർക്കുലർ ഉണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ടിനെ അധികരിച്ച് ഒരിക്കലും ഇൻട്രസ്റ്റ് ഈടാക്കിക്കൂടാ. അത് നടപ്പാക്കണം എന്ന് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് നിലപാട്. അത് തുടരും. ശ്രീ സി എച്ച് കുഞ്ഞമ്പു. സർ, സഹകരണ മേഖലയിൽ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, സഹകരണ പരിശീലന കോളേജുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നതിന് വല്ല ആലോചനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പ് ഞാൻ തന്നെ 2008 ഈ നിയമസഭയിൽ ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നാണ് ഒരു സഹകരണ സർവകലാശാല എന്ന ആശയം. അന്ന് ബഹുമാനപ്പെട്ട ജി സുധാകരനായിരുന്നു എൻ്റെ മന്ത്രി. അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ കേപ്പിൻ്റെ കീഴിൽ 9 എഞ്ചിനീയറിംഗ് കോളേജും 5 പോളിടെക്നിക്കുകളും JDC HDC കോഴ്സുകളും MBA കോഴ്സുകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം ചേർത്ത് അങ്ങ് പറഞ്ഞ ആശയം നമുക്ക് പരിഗണിച്ച് ഭാവിയിൽ പരിശോധിക്കാവുന്നതാണ്. ചോദ്യം നമ്പർ 483 ശ്രീമതി സി കെ ആശ, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സാറേ, സോളാർ നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇൻവെർട്ട് ചെയ്യാതെ നേരിട്ട് സംഭവിക്കുന്ന വിധത്തിൽ മെഗാ സ്കെയിൽ സോളാർ നിയമങ്ങളോടനുബന്ധിച്ച് ബാറ്ററി സ്റ്റോറേജ് ആസൂത്രണം ചെയ്യുന്നതിൻ്റെ സാധ്യത പരിശോധിക്കുന്നതാണ്. സോളാർ നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന DC രൂപത്തിലുള്ള വൈദ്യുതി ഇൻവെർട്ടർ ഉപയോഗിച്ച് ആദ്യം AC ആയി പരിവർത്തനം ചെയ്യുകയും തുടർന്ന് മറ്റൊരു ബാറ്ററി ചാർജർ കൺവെർട്ടർ ഉപയോഗിച്ച് DC ആക്കി ബാറ്ററി ചാർജ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ AC കപ്പിൾഡ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. B. സർ, സോളാർ വൈദ്യുതി ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് ഗ്രിഡ് സ്റ്റെബിലിറ്റിയെ ബാധിക്കാനുള്ള സാധ്യത പരിശോധിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന സോളാർ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ വൈദ്യുതി ശൃംഖലയിലുള്ള സ്വാധീനം പരിശോധിക്കുന്നതിന് വേണ്ടി KSEBL ഒരു ആഭ്യന്തര സമിതിയെ ചുമതലപ്പെടുത്തുകയും ആയത് ഗ്രിഡിൽ ഉണ്ടാക്കുന്ന പ്രഭാവം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള പുനരുപയോഗ ഊർജ്ജ ചട്ടങ്ങൾ മാർച്ച് 30 ശേഷം കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിനാൽ കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഡിസ്കഷൻ പേപ്പർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം കരട് ചട്ടങ്ങൾ പുറപ്പെടുവിക്കുകയും തുടർ നടപടിക്ക് ശേഷം ഇത് നിലവിൽ വരികയും ചെയ്യും. കഴിയും. ഇത്തരം മൈക്രോ ഗ്രിഡ് രൂപപ്പെടുത്തി അതിൻ്റെ തുടർച്ചയായി ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിറ്റി സ്റ്റോറേജ് സംഭാവന വിഭാവനം ചെയ്താൽ DC-യിൽ നിന്ന് AC-യിലേക്കും തിരിച്ച് AC-യിൽ നിന്ന് DC-യിലേക്കും ട്രാൻസാക്ഷൻ കുറക്കാൻ കഴിയുന്നതാണ്. D. നിയമപരിധി ഇപ്പോഴുണ്ട് എങ്കിലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഡ്രാഫ്റ്റ് പോളിസി ഇതിന് നിയമവ്യവസ്ഥകൾ നൽകുന്നുണ്ട്. ഇനിയും ആവശ്യമുള്ള റെഗുലേഷൻ മാറ്റത്തിനായി അത്തരം ആവശ്യം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ KSERCയെ സമീപിക്കാവുന്നതാണ്. ശ്രീമതി സി കെ ആശ. സർ,
2016 മുതൽ സംസ്ഥാനത്ത് സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദന ശേഷി എത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമോ? ഒപ്പം തന്നെ സംസ്ഥാനത്തെ ജലാശയങ്ങളിൽ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി നടപ്പിലാക്കുവാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, സോളാർ വൈദ്യുതി ഉൽപ്പാദനം 2016 മുതൽ ഈ സമയം വരെ 1516 മെഗാവാട്ടായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അത് 16.5 മെഗാവാട്ടായിരുന്നു. ഇപ്രകാരം 1499.5 മെഗാവാട്ടിൻ്റെ വർധനയാണ് പ്രസ്തുത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വരുന്ന 6 വർഷത്തിൽ പുരപ്പുറ സോളാർ ശേഷി 3000 മെഗാവാട്ടായി ഉയർത്താനുള്ള പദ്ധതികളാണ് KSEB ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് അധിക വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. സർ, തീർച്ചയായും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് പ്രയോജനകരമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിന് പകരം സോളാർ വൈദ്യുതി ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടത്. ബഹുമാനപ്പെട്ട മെമ്പറുടെ നിർദ്ദേശം കൂടി ആ കാര്യത്തിൽ പരിഗണിക്കുന്നതാണ്. ശ്രീ ഇ ചന്ദ്രശേഖരൻ. സർ, പീക്ക് അവർ വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിന് ബാറ്ററി സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ടോ? അതിൻ്റെ ഫലമായി ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വിശദീകരിക്കാം. മിനിസ്റ്റർ. സർ, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ച് പുനരുപയോഗ അധിഷ്ഠിത വൈദ്യുതി ഗ്രിഡിലേക്ക് സംയോജിപ്പിക്കുന്നതിന് നൂതന ഊർജ സംരക്ഷണ സംവിധാനമായ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശ്രീ E.T. ടൈസൺ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ K. വിജയൻ. സർ, പാചകമടക്കം വാഹനങ്ങൾ ഉൾപ്പെടെ മറ്റുള്ള ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിച്ചിരുന്ന നിരവധി പ്രവർത്തനങ്ങൾ വൈദ്യുതിയിലേക്ക് മാറുന്നുണ്ട്. ഗോ ഇലക്ട്രിക് ലോകമെമ്പാടും നടക്കുന്നു. ഇന്ധനവിലയും പൊല്യൂഷനും കണക്കിലെടുത്ത് എനർജി ട്രാൻസിഷനിലെ പ്രധാന മാറ്റങ്ങളിലൊന്നാണിത്. ഇത് കണക്കിലെടുത്ത് സൗരോർജം ഉപയോഗം വർദ്ധിപ്പിച്ച് ക്രമീകരിക്കാനുള്ള മാർഗങ്ങൾ കേരളത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, നേരത്തെ ഇവിടെ വ്യക്തമാക്കിയതുപോലെ നമ്മുടെ സൗരോർജ ശേഷി 3000-നും 5000-നും ഇടയ്ക്ക് മെഗാവാട്ട് ഉയർത്തുന്നതിനാവശ്യമായ സംഭരണ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ് നമുക്ക് സ്ഥാപിക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ശ്രീ വായൂർ സോമൻ. സർ, സംസ്ഥാനത്തെ ജലാശയങ്ങളിലും ഡാമുകളിലും ഫ്ലോട്ടിംഗ് സോളാർ വൈദ്യുതി പദ്ധതി ആരംഭിക്കുവാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ആ ആശയം നടപ്പിലാക്കുന്നതിനുള്ള നിലപാടുകളാണ് ഗവൺമെൻറ്റും വൈദ്യുതി ബോർഡും തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ഉപ്പുവെള്ള കായൽ തരിശായി കിടക്കുന്ന ജലാശയങ്ങളിൽ 6000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിടുന്ന ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി ഉൽപ്പാദന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ മാർഗരേഖകൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആദ്യഘട്ടമായി 400 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നു. ശ്രീ പ്രദീപ്. സർ, നമ്മുടെ ഇപ്പോൾ വൈദ്യുതി നല്ലപോലെ ഉപയോഗം ആവശ്യമുള്ള സമയമാണ്. നമുക്കിത്തരം സമയങ്ങളിൽ ഈ പുരപ്പുറത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് കേരളത്തിൽ എത്രത്തോളം നമുക്ക് ഇതുപോലെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു കണക്ക് വ്യക്തമാക്കാമോ സർ? യെസ് മിനിസ്റ്റർ. സാർ, ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടായി വൈദ്യുതി ഈ സോളാർ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ ഇതിൻ്റെ പ്രയാസം അനുഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് മാർഗം. ആ മാർഗങ്ങൾ സർക്കാർ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതാണ്. യെസ്. ചോദ്യം നമ്പർ 484 ശ്രീമതി KK രമ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി.
2025 കേരള ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഖണ്ഡിക 851 പ്രകാരം 2005-2006 മുതൽ കോവിഡ് കാലഘട്ടം അടങ്ങുന്ന 2020-21 വർഷം വരെയുള്ള ബാർ ഹോട്ടലിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ കുടിശ്ശികകളും തീർപ്പാക്കാനായി മുൻകാലങ്ങളിലുള്ള ആംനസ്റ്റി പദ്ധതികളുടെ ഭാഗമായുള്ള ഇളവുകളുടെ തുടർച്ച എന്ന നിലയിൽ പൂർണ്ണമായ നികുതി കുടിശ്ശികയും പലിശയുടെ 50% അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി. ഈ പദ്ധതിയിൽ നികുതിക്ക് യാതൊരു ഇളവും നൽകിയിട്ടില്ല. പിഴയും പലിശയുടെ പകുതിയും മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായി നികുതി ഒടുക്കേണ്ടതായി വരും. ആയതിനാൽ ഖജനാവിൽ നികുതി ഇനത്തിൽ എത്തേണ്ട തുകയിൽ യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. 2025 സാമ്പത്തിക വർഷത്തിൽ ബാർ ഹോട്ടലുകൾക്ക് പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതി പ്രകാരം പൂർണ്ണമായ നികുതി കുടിശ്ശികയും പലിശയുടെ 50% അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കി നൽകുമെന്ന വ്യവസ്ഥകൾ ധനബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ധനബില്ല് പാസ്സാകുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. സി. സർ, മുൻകാലങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട ആംനസ്റ്റി സ്കീമിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വർഷം ബാർ ഹോട്ടലുകൾക്ക് ആംനസ്റ്റി പ്രഖ്യാപിച്ചത്. 2019 പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതി 2020-ലും 2021-ലും 2022-ലും തുടർന്നിരുന്നു. എന്നാൽ കോവിഡും അനുബന്ധ പ്രശ്നങ്ങളും കാരണം പ്രസ്തുത പദ്ധതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ മിക്ക നികുതിദായകർക്കും സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഈ വർഷം പദ്ധതി പ്രഖ്യാപിച്ചത്. കോടതി വ്യവഹാരമുള്ളതും പഴക്കമേറിയതുമായ കുടിശ്ശികകൾ തീർപ്പ് കൽപ്പിക്കുന്നതിനടക്കമുള്ള അവസരം ഇതിലൂടെ ലഭ്യമാവുകയും ദീർഘകാലമായി ഖജനാവിൽ എത്താതിരുന്ന തുകകൾ ഖജനാവിൽ എത്തുന്നതിന് ഇതിലൂടെ വഴിയൊരുക്കുകയും ചെയ്യും. ശ്രീമതി കെ രമ. സർ, 2008-ലും 2013-ലും 2021-ലും 2024-ലും എല്ലാം ആംനസ്റ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കുടിശ്ശികൾ പൂർണ്ണമായും പിരിച്ചെടുക്കുന്നതിന് കഴിയുന്നില്ല സർ. വീണ്ടും ആംനസ്റ്റി പദ്ധതികൾ പ്രഖ്യാപിച്ച് കുടിശ്ശിക അടയ്ക്കുന്നതിൽ നിന്ന് നികുതിക്കാരെ പിന്നോട്ടടുപ്പിക്കുകയും ഇളവുകൾക്കായി കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. സർ, ഇത്തരം ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് അംശാദായം അടച്ച് പണമുടക്കിയ തൊഴിലാളികൾക്കല്ല, കർഷകർക്കല്ല, വിദ്യാർത്ഥികൾക്കല്ല സർ, മദ്യക്കച്ചവടം നടത്തി ലാഭം കൊയ്യുന്ന മുതലാളിമാർക്കാണ്. സർ, ഇത്തരം സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിർത്തി കർശനമായി റവന്യൂ റിക്കവറിയിലൂടെ ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ മിനിസ്റ്റർ. സർ, വളരെ കർശനമായ നടപടിയാണ് ഈ നികുതി പിരിക്കുന്നതിന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, നമ്മൾ ജനറൽ ആംനസ്റ്റി നേരത്തെ പ്രഖ്യാപിച്ച 2 തരം ആംനസ്റ്റിയാണ്. ജനറൽ ആംനസ്റ്റിയിൽ വളരെ പഴക്കമുള്ള 13,000-ഓളം കോടി രൂപ പലപ്പോഴായി കിടക്കുന്ന തുകകളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ജനറൽ ആംനസ്റ്റിയിൽ അതിനകത്ത് 22,000-ഓളം വരുന്ന ഏറ്റവും താഴെ പണം അടയ്ക്കേണ്ടവരുടെ എക്സംപ്റ്റ് ചെയ്തിട്ട് ബാക്കി നടക്കുന്നുണ്ട്. സാർ, അതിൻ്റെ ഭാഗമായിട്ടുള്ള കണക്കുകളെല്ലാം വിശദമായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഭാഗമായി പിരിച്ചെടുത്തത്. സാർ, ഇപ്പോഴും ഇക്കാര്യത്തിനകത്ത് കോവിഡിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ ഉണ്ടായ പ്രത്യേക സാഹചര്യം കൂടി ഉപയോഗിച്ച് നമ്മൾ ആംനസ്റ്റി നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പണം പിരിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളുണ്ട്. നമുക്ക് ഇതിനുമൊപ്പം സാർ കൃത്യമായി പണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് പരിശോധനകൾ നടക്കുന്നുണ്ട്. ആ പരിശോധനകളുടെ ഭാഗമായിട്ട് ധാരാളം പണം അടയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അടച്ചു കൊടുക്കുന്നതല്ല. പക്ഷേ സാമ്പത്തിക സംവിധാനത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രഖ്യാപിക്കുന്ന ആംനസ്റ്റികളുടെ ഭാഗമായി ഇത്തരം ആംനസ്റ്റി പ്രഖ്യാപിക്കുന്നുള്ളൂ. കാരണം പണം കോടതിയിലും കേസിലും കെട്ട് റവന്യൂ റിക്കവറി ഉൾപ്പെടെ മിക്കവാറും എല്ലാ കേസും റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർ. അപ്പോൾ റവന്യൂ റിക്കവറി അടക്കം കേസിൽ പെട്ട് ദീർഘകാലമായി പോകുന്നു, പണം അടയുന്നില്ല എന്നുള്ളത് ഒഴിവാക്കാൻ അവർക്കൊരു അവസരം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടല്ല, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സർ. സംസ്ഥാനത്തെ പല സ്കോളർഷിപ്പുകളും ലഭ്യമാകുന്നില്ല സർ. അതിൽ പ്രധാനമായി BPL സ്കോളർഷിപ്പ്, വിധവകളുടെ മക്കൾക്കുള്ള പടവുകൾ സ്കോളർഷിപ്പ് ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജ് കോഴ്സിനുൾപ്പെടെ ചേർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മറ്റു പലരിന്നും പണം വാങ്ങിയും ലോൺ എടുത്തും ഒക്കെ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ വരെ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് സർ. ഈ സ്കോളർഷിപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പിൽ ചോദിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സ്കോളർഷിപ്പ് നൽകുന്നതിനാവശ്യമായ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കുമോ എന്നതാണ് സർ. സർ, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിന് മറുപടി പറയാം. കാരണം ഈ പറഞ്ഞ തെറ്റിദ്ധാരണ ബഹുമാനപ്പെട്ട മെമ്പർക്ക് ഉൾപ്പെടെ ഉള്ളത് ദൂരീകരിക്കുന്നതിന് സഹായകരമാകും. സാർ, ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് 40 കോടി വെച്ചിട്ടുള്ള OEC സ്കോളർഷിപ്പിൻ്റെ ബാക്കി കിട്ടാനുള്ളത്. അതിനകത്ത് 200 കോടി ഇന്നലെ അനുവദിച്ച വാർത്ത വന്നു. സാർ, ഈ ഗവൺമെൻറ് വ്യവസ്ഥാപിതമായി കൊടുക്കേണ്ട എല്ലാ സ്കോളർഷിപ്പുകളും ഒരു പ്രത്യേക പദ്ധതിയിൽ 1 വർഷത്തേക്ക് പ്രഖ്യാപിക്കുന്നു, അങ്ങനെ പദ്ധതിയല്ലേ പറയുന്നത്. കൊടുക്കേണ്ട SC/ST സ്കോളർഷിപ്പും OEC അതുപോലെ OBC മറ്റ് ഓരോ മേഖലയിലും കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ മുഴുവൻ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് സമീപനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പണം കൊടുക്കുന്നില്ല എന്നൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില വാർത്തകൾ വരുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾക്കും ഏറ്റവും സാധാരണക്കാരെ സഹായിക്കേണ്ട കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്തുന്ന കാര്യമില്ല. അതുകൊണ്ട് ഈ പണം മുഴുവൻ ഈ പറഞ്ഞ ഇത്തരം ചെറിയ സ്കോളർഷിപ്പുകൾ ധാരാളമുണ്ട്. അതെല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും അതിനുള്ള അപേക്ഷകൾ ചിലപ്പോൾ പലപ്പോഴും സാർ 4-5 വർഷം മുമ്പുള്ള അപേക്ഷകളൊക്കെയാണ് സാർ വരുന്നത്. SC/ST OBC മേഖലയിലൊക്കെ അങ്ങനെയല്ല വരേണ്ടത്. കറണ്ടായിട്ട് അത് അയക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് ആ നിലപാടെടുത്തിട്ടുണ്ട്. അത് വരുന്നതനുസരിച്ചിട്ട് എല്ലാം
കാലവിളംബം ഇല്ലാതെ കുടിശ്ശികയില്ലാതെ കൊടുക്കാനുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പണം മാറ്റിവെച്ചിട്ടുണ്ട്, അയച്ചിട്ടുമുണ്ട്, കഴിഞ്ഞ ദിവസം കൊടുത്തു. ശ്രീ PC വിഷ്ണുനാഥ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M. വിൻസെന്റ്, ശ്രീ അൻവർ. അയൽ സംസ്ഥാനങ്ങളിലെ മദ്യവിലയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോഴുള്ള വ്യത്യാസം കാരണം നമ്മുടെ അതിർത്തി പങ്കെടുക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ അതിർത്തി ജില്ലകളിൽ നിന്ന് ധാരാളം ആളുകൾ പോയി മദ്യം വാങ്ങി കൊണ്ടുവരികയാണ്. മാതൃഭൂമി നടത്തിയ ഒരു പഠനത്തിൽ തന്നെ ഇത് തെളിഞ്ഞിട്ടുള്ളതാണ്. സർ, മാത്രവുമല്ല ഈ അടുത്ത കാലത്ത് ഡിസ്കൗണ്ട് സെയിൽ വരെ നമുക്ക് നടത്തേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ നമ്മുടെ നികുതി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് അയൽ സംസ്ഥാനങ്ങളുടെ വിലയും കൂടി കണക്കിലെടുത്തുകൊണ്ട് നികുതി ഡിസൈൻ ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും അതുവഴി നമുക്ക് നികുതി വരുമാനം കൂട്ടുവാനും സെയിൽസും നികുതി വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും കഴിയും എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനുള്ള നടപടി സ്വീകരിക്കും. സാർ, ഈ മദ്യത്തിൻ്റെ നികുതിയുടെ കാര്യത്തിൽ വാസ്തവത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു വ്യത്യാസവും ടാക്സിൻ്റെ റേറ്റ് വരുത്തിയിട്ടില്ല. വാസ്തവത്തിൽ വില വർദ്ധിക്കാത്ത ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയാം. അത് റേഷൻ എന്നാലേ കൊടുക്കേണ്ടതുകൊണ്ടല്ല, ഇവിടെ ഈ പറഞ്ഞതുപോലെ നികുതിയുടെ കാര്യത്തിനകത്ത് കൂടുതൽ വ്യത്യാസം വരണ്ട എന്ന് കരുതിയിട്ടാണ് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട്. എന്നാൽ തൊട്ടടുത്ത സ്റ്റേറ്റുകൾ ഈ സമയത്ത് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കണക്കുകളുണ്ട്. കർണാടക ഈ അടുത്തിടയ്ക്ക് വർദ്ധിപ്പിച്ചു, തമിഴ്നാട്ടിലുണ്ട്. അവിടെ നമ്മളെടുക്കുന്നൊരു സമീപനവും അവരുടെ സമീപനവും തമ്മിൽ വ്യത്യസ്തമായ രീതികളുണ്ടാവും. പക്ഷേ നമ്മൾ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. സാർ, ഇവിടെ പറഞ്ഞു ഈ ഡിസ്കൗണ്ട് സെയിലൊന്നും അങ്ങനെ ബിവറേജിൻ്റെ അല്ല. ഏതോ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് നിർത്തിയപ്പോൾ അവരുടെ ഉൽപ്പന്നം വിറ്റു എന്നൊരു വാർത്ത ഞാനും കണ്ടു. ഒരു പ്രൊഡക്റ്റ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റോ ആ ഉൽപ്പന്നമോ ആകെ നിർത്തിയപ്പോഴാണ്. അല്ലാതെ അങ്ങനെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ കാര്യമില്ല. നമ്മൾ ഇപ്പോൾ കേരളത്തിനകത്ത് കമ്പാരറ്റീവായിട്ട് വില വർദ്ധിക്കാത്ത സ്ഥിതിയുണ്ട്. എന്നാൽ ഉത്തരവാദിത്തത്തോടും ഈ കാര്യം കൊടുക്കുന്നുണ്ട്. സാധനങ്ങൾ ഉത്തരവാദിത്തമുള്ള ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മദ്യനയം സംബന്ധിച്ചുള്ള പോളിസി, അതിൻ്റെ പ്രൈസിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും അപാകതയുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. തൊട്ടടുത്ത അതിർത്തിയിലുള്ളപ്പോൾ അപ്പുറത്തോട്ട് പോയിട്ട് ആളുകൾ ചിലപ്പോൾ മദ്യപിക്കും. കാരണം പോണ്ടിച്ചേരി സ്റ്റേറ്റിൻ്റെ മദ്യത്തിൻ്റെ വിലയിലേക്ക് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല മാഹിയിൽ. അപ്പോൾ അത്തരം ചില കാര്യങ്ങളുണ്ടാവും. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും, അല്ലാതുള്ള കാര്യങ്ങളില്ല. ശ്രീ TJ വിനോദ്. സാർ, ഈ കിട്ടാക്കടം എന്ന് വ്യാഖ്യാനിച്ചാണല്ലോ അമ്യൂണിറ്റി സ്കീം പ്രഖ്യാപിക്കുന്നത്. കിട്ടാക്കടം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നും അബ്കാരി നിയമത്തിൽ ഉൾപ്പെട്ട ഏതൊക്കെ കാലയളവിനെ സംബന്ധിച്ചാണെന്നും വിവിധയിനം കടങ്ങൾക്ക് നൽകുന്ന ഇളവുകൾ എന്തൊക്കെയാണെന്നും വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. സാർ, അത് വിശദമായിട്ട് അതിനകത്ത് ഞാൻ ആ മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് പ്രസംഗത്തിലുമുണ്ട്. 2 തരം ആംനസ്റ്റിയാണ് സാർ പൊതുവിൽ പ്രഖ്യാപിച്ചത്. കിട്ടാക്കടത്തിനകത്ത് വലിയ തോതിൽ ആംനസ്റ്റി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച ആംനസ്റ്റിയുടെ ഭാഗമായിട്ട് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഉള്ള ആംനസ്റ്റി റേറ്റ് കുറവായിരുന്നു. 60% വരെ മാത്രം ആംനസ്റ്റി കിട്ടുന്നതാണ് കേസിൽ കിടന്ന. ഞാൻ ആ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം വലിയ കണക്കുകളുണ്ട്, ആ ബഡ്ജറ്റിലുണ്ട്. സാർ, അതാണ് ജനറൽ ആംനസ്റ്റി. ജനറൽ ആംനസ്റ്റി കൂടാതെ ബാറുകളുമായി ബന്ധപ്പെട്ടും ലിക്കറുമായി ബന്ധപ്പെട്ടുള്ള ആംനസ്റ്റി നേരത്തെ 2020-ലും 2019-ലും 2021-ലും പ്രഖ്യാപിച്ചത് അല്പകാലം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സാർ, ഇത് നമുക്ക് ഈ ആംനസ്റ്റിയുടെ ഭാഗമായിട്ട് കിട്ടേണ്ട പണം പിരിച്ചു കിട്ടുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മറുവശത്തു കൂടി കർശനമായ നിലപാടും എടുക്കുന്നുണ്ട്. നമ്മൾ ആ ബാറുകളുടെ തന്നെ 36 ലൈസൻസാണ് സാർ ഇടയ്ക്ക് ക്യാൻസൽ ചെയ്തത്, അവർ പണം അടയ്ക്കാത്തതുകൊണ്ട്. അപ്പോൾ സാമന്താരം ഭേദം തരണമെന്ന നിലപാട് തന്നെയാണ്. ഇപ്പോൾ ഈ കേസുകളിൽ മിക്കവാറും എല്ലാം നമ്മൾ റവന്യൂ റിക്കവറിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമം നടക്കുകയാണ്. ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നു, റവന്യൂ റിക്കവറിക്ക് പോകുന്നു. അതേസമയം തന്നെ ഇത് അടച്ചു തീർക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പറ്റുന്ന ആംനസ്റ്റി കൊടുക്കുന്നു. അത് വലിയ വൻകിട ബിസിനസ്സിനകത്തുള്ള മറ്റ് ജനറലായിട്ടുള്ള ട്രേഡിങ്ങിലുള്ള രംഗത്തും അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്രാവശ്യം ആവർത്തിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഖജനാവിലേക്ക് കേസുകളിൽ കെട്ടി 10-30 വർഷമായി കിടക്കുന്നതിന് പകരം ആ പണം ഖജനാവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആംനസ്റ്റി എന്ന് കാഴ്ചപ്പാട് വെക്കുന്നത്. സർ, ബാറുകളിൽ നിർബന്ധിതമായി നടപ്പിലാക്കേണ്ട വാർഷിക ഇൻ്റലിജൻസ്, അത് ആ പരിശോധന 2017 മുതൽ നടപ്പിലാക്കാത്തത് കൊണ്ട് ബാറുകൾ വ്യാപകമായി നികുതി വെട്ടിക്കുന്നു എന്നുള്ളതൊരു ആക്ഷേപമുണ്ട്. സാർ, എൻ്റെ ചോദ്യം, സംസ്ഥാനത്തെ 3, 4, 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളും ഹെറിറ്റേജ് വിഭാഗത്തിൽപ്പെട്ട ബാർ ഹോട്ടലുകളും സമർപ്പിക്കുന്ന റിട്ടേണുകളിൽ ടേൺ ഓവർ ടാക്സ് ഒടുക്കുവാനായി ഡിക്ലെയർ ചെയ്യുന്ന ശരാശരി ലാഭശതമാനം എത്രയാണെന്ന് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ? ബാറുകളുടെ TOT വരുമാനം യഥാർത്ഥമാണ് എന്ന് പരിശോധിക്കാൻ സർക്കാർ സ്വീകരിച്ചതായ നടപടികൾ എന്തൊക്കെയാണ്? യെസ് മിനിസ്റ്റർ. സാർ, ബാറുകളുടെ കാര്യത്തിനകത്ത് പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട് സാർ. ഈ വർഷം തന്നെ 90ഓളം ബാറുകളിൽ ആ പരിശോധന നടന്നിട്ടുണ്ട്. സാർ, ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ബാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ, ഞാൻ നേരത്തെ പറഞ്ഞു
ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. TOTയുടെ കാര്യത്തിനകത്ത് 2 തരം സംവിധാനമുണ്ട്. അതിനകത്ത് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു സംവിധാനമുണ്ട്, അല്ലാതുള്ള ഒരു പൊതുവായിട്ടുള്ള കയറി കണക്ക് പരിശോധിക്കുന്ന കാര്യമുണ്ട്. കോമ്പൗണ്ടിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഓരോ മേഖലയ്ക്കുമുള്ള പ്രത്യേക റേറ്റുകളുണ്ട്. പിന്നെ അർബൻ, പിന്നെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നൊക്കെ നിലയിൽ. സാർ, അതിനകത്ത് ഈ ബാറിൻ്റെ കാര്യത്തിനകത്ത് ഈ നല്ലതുപോലെ ആ പരിശോധന നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ പൊതു ഇൻ്റലിജൻസ് പ്രവർത്തനവും ഈ കാര്യത്തിലുണ്ട്. സാർ, നമ്മുടെ സംസ്ഥാനത്ത് നികുതി പിരിവിന് വകുപ്പ് പുനഃസംഘടിപ്പിച്ചു, ഓഡിറ്റ് വിഭാഗത്തിന് സൃഷ്ടിയുണ്ടായി, ഇൻ്റലിജൻസ് ശക്തമാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു, പ്രത്യേക അരിയർ റിക്കവറി സംവിധാനം. ഈ 4 കാര്യങ്ങൾ പൊതുവിൽ ഇതിനെല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. സാർ, അതിൻ്റെ ഭാഗമായിട്ട് 2021-22 വർഷം നമ്മുടെ ഇൻ്റലിജൻസ് പ്രവർത്തനം വഴി കണ്ടെത്തിയ തുക 78.60 ആണ്. തിരിച്ചടപ്പിച്ച തുക 47.8 സാധാരണഗതിയിൽ വരുന്നതിനപ്പുറമുള്ള ഇൻ്റലിജൻസാണ് ഞാൻ പറയുന്നത്. സാർ, 22-23 524.80 കോടി രൂപ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തി. 445.39 കോടി രൂപ നമ്മൾ അടപ്പിച്ചു. 4 പേരെ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. സാർ, 23-24 1775.28 കോടി രൂപയാണ് ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത്. 1709.50 കോടി രൂപ അടപ്പിച്ചു. സാർ, 5 പേരെ ആ വർഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രത്യേക നിയമം വെച്ചിട്ട് തന്നെ. സാർ, 2024-25 ഫെബ്രുവരി വരെ 699.61 കോടി രൂപ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 445.47 കോടി രൂപ നമ്മൾ അടപ്പിച്ചു. 3 പേരെ ഈ വർഷം അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് സാർ 3078.29 കോടി രൂപ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തുകയും 2648 കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, അപ്പോൾ ഇങ്ങനെ ശക്തമായ നിലപാടുകൾ എടുത്തു തന്നെയാണ് സാർ ഈ മേഖലയിൽ പോകുന്നത്. ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഓഡിറ്റ് സമ്പ്രദായം തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ സാധാരണ വ്യത്യസ്തമായ നല്ലൊരു തുക കണ്ടെത്താനും അടപ്പിക്കാനും കഴിഞ്ഞു. പിന്നെ വിവിധ റെയ്ഡുകളും പരിശോധനകളും നടക്കുന്നതിൻ്റെ വാർത്തകൾ ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം കാണുന്നതാണ്. അതിനകത്തൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ 1 രൂപ പോലും സർക്കാരിൻ്റെയും ജനങ്ങളുടെയും വെട്ടിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല എന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ്. സാർ, അത് ഏറ്റവും കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വകുപ്പ് തീരുമാനിക്കുന്നത്. സാർ, ചോദ്യം നമ്പർ 485 ശ്രീ കുറുക്കോളി മൊയ്തീൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സാർ, ഉത്തരം മേശപ്പുറത്ത് വയ്ക്കും. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കടലോര ജീവിതം തന്നെ ദുരിതപൂർണ്ണമാക്കുന്നതുമാണ് നമ്മുടെ കടലോരത്തെ മണൽ ഖനനം. കേന്ദ്ര സർക്കാർ അതുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് അറിയുന്നത്. നിയമസഭ അതിനെതിരായി പ്രമേയം പാസാക്കി എന്നുള്ളത് വസ്തുതയാണ്. ഈ പ്രമേയം പാസാക്കിയതിൻ്റെ മറവിൽ ഇതിന് മൗനാനുവാദം കൊടുക്കുകയാണോ? ഇത് തടയാൻ മറ്റു പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ടോ? എന്താണ് പദ്ധതി? സാർ, ബഹുമാനായിട്ടുള്ള അംഗത്തിൻ്റെ ഒരു പരാമർശം എന്താണെന്ന് വ്യക്തമായില്ല. പ്രമേയം പാസ്സാക്കിയതിൻ്റെ മറവിൽ മൗനാനുവാദം കൊടുക്കുകയാണോ എന്ന ചോദ്യം ആരോടാണെന്നുള്ളതും വ്യക്തമായില്ല. സാർ, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വ്യക്തമായ അസന്നിഗ്ധമായിട്ടുള്ള നിലപാടുണ്ട്. ഇപ്പോൾ കേന്ദ്ര നിയമമായ 2002 ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ടിൽ ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുന്ന വേളയിൽ തന്നെ, അഭിപ്രായ സ്വരൂപണ വേളയിൽ തന്നെ കടൽ ഖനനം സംബന്ധിച്ച സംസ്ഥാനത്തിൻ്റെ എതിർപ്പ് രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. 11/3/2023 തന്നെ അറിയിച്ചിട്ടുണ്ട്. സർ, കേന്ദ്ര സർക്കാർ ആക്ടിൻ്റെ ഭേദഗതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. 11/8/2023 ഭേദഗതി വിജ്ഞാപനമായി. അത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ 11/1/2025 തീയതിയിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ കേന്ദ്ര മൈൻ സെക്രട്ടറി മുമ്പാകെ സംസ്ഥാനത്തിൻ്റെ നയപരമായിട്ടുള്ള നിലപാടും അതുപോലെ എതിർപ്പും ആശങ്കയും വ്യക്തമായി തന്നെ അറിയിക്കുകയും ഓഫ് ഷോർ മിനറൽ ഡ്രഡ്ജിംഗ് ഉയർത്താവുന്ന വിവിധ പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തികവും എല്ലാമായിട്ടുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാർ, ഒറീസയിലെ ഭുവനേശ്വറിൽ 19/1/2025 ചേർന്ന 64ാം സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡിൽ ഓഫ് ഷോർ ഖനനം സംബന്ധിച്ച് കേരളം ഉന്നയിച്ച പാരിസ്ഥിതികമായിട്ടുള്ള ഉത്കണ്ഠകൾ ചർച്ച ചെയ്യപ്പെട്ടു. അത് സംബന്ധിച്ച് പഠനം നടത്താൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി എന്ന സ്ഥാപനത്തോട് കേന്ദ്ര ഖനി സെക്രട്ടറി നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ആഴക്കടൽ മണൽ ഖനനം എന്ന പ്രൊജക്റ്റ് പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 13/2/2025 സർക്കാരിൽ നിന്ന് കേന്ദ്ര ഖനി സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. മാത്രമല്ല,
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖനി വകുപ്പ് മന്ത്രിക്കും മത്സ്യബന്ധന വകുപ്പ് മന്ത്രിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രി 27/2/2025 കത്ത് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരിസ്ഥിതികമായ, സാമൂഹ്യമായ, തൊഴിൽപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെല്ലാം വിശദമാക്കിക്കൊണ്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ കത്തയച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒടുവിലാണ് 4/3/2025 കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ തലത്തിലുമുള്ള എതിർപ്പ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട്. ആ എതിർപ്പ് ശക്തമായി തന്നെ തുടരുകയാണ്. ഒരു തരത്തിലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ സമീപനത്തിൽ ഒരു അവ്യക്തതയും ആശയക്കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് ഈ സഭ ഏകകണ്ഠമായി തന്നെ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആ ചോദ്യത്തിലൊരു ദുഷ്ടലാക്കുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, കേന്ദ്രം കടലോരത്തുനിന്ന് എന്ന പോലെ സംസ്ഥാനം പുഴയോരത്തു നിന്നും മണൽ വാരാനുള്ള തീരുമാനമെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും ഇതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടോ? ഒരു ജനകീയ പഠനത്തിന് തയ്യാറാകും? സർ, രണ്ടും സമാനമാണ് എന്ന വാദം തന്നെ, ആ ചോദ്യത്തിൻ്റെ ധ്വനി അതാണ്. അത് തന്നെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആഴക്കടൽ ഖനനത്തെ പിന്തുണയ്ക്കുന്നതും ന്യായീകരിക്കുന്നതുമാണ്. അത് വളരെ വിചിത്രമായി പോയി അദ്ദേഹത്തിന്റെ ചോദ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഴക്കടൽ ഖനനം വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ, തൊഴിലിനെ എല്ലാം ഇല്ലാതാക്കും, കടലിന്റെ പാരിസ്ഥിതിക സന്തുലനത്തെ ആകെ തകർക്കുന്നതാണ്. അതുപോലെയല്ല പുഴയിലെ മണലെടുക്കുന്നത്. പുഴയിലെ മണലെടുക്കേണ്ടത് വെള്ളപ്പൊക്കം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമാണ്. മാത്രമല്ല അതൊരു വലിയ റിസോഴ്സ് എന്ന നിലയിലും അത് ഉപയോഗിക്കേണ്ടതാണ്. ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഓർഡർ